ഭരണകൂടത്തെ താഴെയിടാനോ സോറോസ് ഫണ്ട് മോഹിച്ചോ ഒന്നുമല്ല സോനം വാങ്ചുക് ഇത്തരമൊരു പ്രതിഷേധത്തിന് പാറ്റകളോടൊപ്പം ചേർന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം വളരെ ഗൗരവമായി സീരിയസ് ആയിട്ട് അദ്ദേഹം രാജ്യം വികസിക്കണം, രാജ്യത്ത് വികസിതമായ കാഴ്ചപ്പാടുകളുള്ള നേതാക്കന്മാർ വരണമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം എക്സിൽ വന്ന സോനം വാങ്ചുക്കിന്റെ ഒരു പോസ്റ്റാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരത്തിൽ ചിന്തിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കിയത്. സോനം വാങ്ചുക് പറയുന്നു, 2047 ഇന്ത്യയെ അർത്ഥവത്തായ മാറ്റത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്ന നേതാക്കളെ കണ്ടെത്തണം. അതിനുള്ള നേതാക്കൾ ഇനിയും ഉണ്ടായിട്ടില്ല എന്നാണ് സോനം വാങ്ചുക്കിന്റെ പരാതി. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ അതിന് തന്നെ രാജ്യത്തെ പൗരന്മാർ ഹെൽപ്പ് ചെയ്യണം എന്നാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ സോനം വാങ്ചുക്കിന്റെ അഭ്യർത്ഥന. ഇത് വെറുമൊരു അഭ്യർത്ഥനയല്ല, അതിന് പിന്നിൽ തനിക്ക് കൃത്യമായ വിഷനുണ്ട്. പ്രതിശീർഷ GDP പരാമർശിക്കുമ്പോൾ തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളെ ഉദ്ധരിച്ച് ഒരുപാട് രാജ്യങ്ങളുമായി നമ്മുടെ രാജ്യത്തെ ഒന്ന് താരതമ്യപ്പെടുത്തൂ. രാജ്യത്തിന്റെ പുരോഗതി നിരാശയിലാണ് എന്നാണ് വാങ്ചുക് പറയുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിന് മുന്നോടിയായി സോനം വാങ്ചുക് ലഡാക്കിൽ നിന്നാണ് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിയിലേക്ക് ഇത്തരത്തിലൊരു ശ്രദ്ധ തിരിച്ചിരിക്കുന്നത്. ഒരു സമാധാന വിപ്ലവം വേണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. 2047 ഇന്ത്യയെ അർത്ഥവത്തായ മാറ്റത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്ന നേതാക്കളെ തിരിച്ചറിയാൻ സഹായിക്കണമെന്ന് പൗരന്മാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തനിക്ക് നല്ല സുഖമില്ല, ഹെൽത്ത് കണ്ടീഷൻ അത്ര ശരിയല്ല, പക്ഷെ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് അതുകൊണ്ട് ചിന്തിക്കാൻ തനിക്ക് സമയം ധാരാളം കിട്ടി. അങ്ങനെ ചിന്തിച്ച ആ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനത്തിന് കാരണം. ഇത് തുടർന്നാൽ 2047 നമ്മളൊരു വികസിത രാജ്യമാകില്ല. ലോക വിപണിയിൽ നമ്മുടെ മുഖം കാണിക്കാൻ പോലും നമുക്ക് കഴിയില്ല. രാജ്യത്തിന്റെ വികസനത്തെ അതിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഗുണനിലവാരവുമായി കണക്ട് ചെയ്തിട്ടാണ് വാങ്ചുക് പറയുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സമീപകാല മാറ്റത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നു. പ്രതിഷേധങ്ങളെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചത് നല്ലൊരു കാര്യമാണ്, പക്ഷേ പുതിയ മന്ത്രിയിൽ നിന്ന് ഒരു അത്ഭുതവും കാണാൻ കഴിയില്ല എന്നാണ് വാങ്ചുക് പറയുന്നത്. വിദ്യാഭ്യാസം പിന്നിലായിരിക്കുന്നിടത്തോളം കാലം രാജ്യത്തിന്റെ ഭാവി എങ്ങനെ മുന്നിലേക്ക് വരുമെന്നും വാങ്ചുക് ചോദിക്കുന്നു. ഇത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രമായി ഒതുങ്ങുന്നില്ല എന്നും വാങ്ചുക് പറയുന്നു. അതായത് ഇപ്പോ രാജ്യം ഭരിക്കുന്ന BJP എന്ന പാർട്ടിയെ അല്ലെങ്കിൽ ആ പാർട്ടിയെ മോശക്കാരനാക്കി, ആ പാർട്ടിയെ മാത്രം ഇതിനെല്ലാം കാരണക്കാരനാക്കി അല്ല താൻ പറയുന്നത് എന്ന ഒരു വ്യക്തത കൂടി അദ്ദേഹം തന്റെ വാക്കുകളിൽ വരുത്തിയിട്ടുണ്ട്. വിയോജിപ്പിന്റെ ശബ്ദങ്ങളെ സർക്കാർ അടിച്ചമർത്തുന്നുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നതിനെ പരാമർശിച്ചുകൊണ്ട് വ്യത്യസ്ത പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും നമുക്ക് ഈ രീതികൾ കാണാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 2012, 2013 അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തെയും വാങ്ചുക് അനുസ്മരിച്ചു. ആ പ്രചാരണത്തിൽ ഒരു പുതിയ സർക്കാർ ഉയർന്നു വന്നു, പക്ഷെ അതിനുശേഷം അഴിമതിയും അനീതിയും പുതിയതും വലുതുമായ രൂപങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ ഒരു വലിയ മാറ്റം ആവശ്യമാണ്, നമുക്കൊരു വിപ്ലവം ആവശ്യമാണ്, രാജ്യത്ത് സമാധാനപരമായ ഒരു വിപ്ലവം ആവശ്യമാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ശരിയായ നേതാക്കളുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ശരിയായ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നത് എന്ന് വാങ്ചുക് പറയുന്നു. കാരണം ഏറ്റവും വലിയ പോരായ്മ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതിലായിരുന്നു. നേതാക്കൾ ശരിയാകണം, അതുവരെ രാജ്യം തെറ്റായ പാതയിലായിരിക്കും. എക്സിലെ തന്റെ വീഡിയോയ്ക്കൊപ്പമുള്ള അടിക്കുറിപ്പിൽ വാങ്ചുക് പൗരന്മാരോട് ഞാൻ നേരത്തെ പറഞ്ഞ അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. രാജ്യത്തിനൊരു സമാധാനപരമായ വിപ്ലവം ആവശ്യമാണ്. നേതാക്കളെ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ രാജ്യത്തിന് സമാധാനപരമായ ഒരു വിപ്ലവം ആവശ്യമാണ്. നമ്മൾ നമ്മുടെ നേതാക്കളെ തിരഞ്ഞെടുത്ത രീതിയിലെങ്കിലും 2047 ആകുമ്പോഴേക്കും മാന്യമായ ഒരു രാഷ്ട്രമായി തുടരണമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ചും വാങ്ചുക്കിന് ആശങ്കകളുണ്ട്. പാർലമെന്റിലെ പകുതിയോളം അംഗങ്ങളും ക്രിമിനൽ കേസുകൾ നേരിടുന്നുണ്ട് എന്നും 1/3 പേർ കൊലപാതകം, ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ നേരിടുന്നവരാണെന്നും വാങ്ചുക് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാജ്യം എങ്ങനെ വികസിക്കും? താൻ ഒരു പ്രത്യേക പാർട്ടിയെക്കുറിച്ചല്ല സംസാരിക്കുന്നതെന്ന് വീണ്ടും വ്യക്തമാക്കുകയാണ് വാങ്ചുക്. വീഡിയോയിലെ തന്റെ പരാമർശങ്ങൾ പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് വാങ്ചുക് എക്സൽ ഇങ്ങനെ കുറിച്ചു: നമ്മുടെ MP-മാരിൽ പകുതിയോളം പേർക്കും ക്രിമിനൽ കേസുകളുണ്ട്. 1/3 പേർക്ക് കൊലപാതകം, ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളുണ്ട്. വിശ്വാസക്കുറവ് രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മാറിയതിൽ അതിശയിക്കാനില്ല. രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് പുനർവിചിന്തനം നടത്താൻ സഹായിക്കുന്ന ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരാനാണ് താൻ ആഗ്രഹിക്കുന്നത്. വെറും ബുദ്ധിജീവികളായ ആളുകളെ അല്ല നമുക്ക് വേണ്ടത്, അപ്പുറത്തേക്കുള്ള ആൾക്കാരെ വേണം. സത്യസന്ധത വേണം, ധൈര്യം വേണം, തത്വങ്ങളുള്ള വേണം, പ്രിൻസിപ്പിൾസ് ഉള്ള ആൾക്കാർ വേണം. അവരെ കണ്ടുമുട്ടാൻ താൻ ആഗ്രഹിക്കുന്നു. രാജ്യത്തെ ഏറ്റവും മികച്ച മനസ്സുകൾ അവർ ആയിരുന്നാലും അവരുമായി കൂടിയാലോചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത് മാറ്റണം, എങ്ങനെ മാറ്റണം എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിന്തിക്കുന്ന ബുദ്ധിജീവികൾ മാത്രമല്ല, സ്വഭാവവും
സത്തയുമുള്ള നിസ്വാർത്ഥരും നിർഭയരുമായ പുരുഷന്മാരും സ്ത്രീകളുമാണ് എന്ന് വാങ്ചുക് പറയുന്നു. വീഡിയോയിൽ അത്തരം ആളുകളെ കാണാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ലഡാക്കിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്താൻ സാധിക്കുകയില്ല. അത്തരം ആളുകളെ കണ്ടെത്തണം. പക്ഷേ ലഡാക്കിൽ അവർ എവിടെയാണെന്നോ ആരാണെന്നോ ഒന്നും എനിക്കറിയില്ല. അതിന് നിങ്ങളുടെ സഹായം വേണം. അത്തരം ആളുകളെ തിരിച്ചറിയാൻ പൗരന്മാർ സഹായിക്കണമെന്നാണ് വാങ്ചുക്കിന്റെ അഭിപ്രായം. എന്തായാലും അതൊരു നല്ല കാര്യം തന്നെയാണ്. നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും അത് അംഗീകരിക്കുക തന്നെ വേണം. ഇവിടെ ഒരു പ്രക്ഷോഭത്തിന്റെയോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നുമുള്ള പ്രസ്താവനകളല്ല വാങ്ചുക് നടത്തിയിരിക്കുന്നത്. എന്തായാലും രാജ്യം വികസിത പാതയിലേക്ക് പോകണമെങ്കിൽ നല്ല നേതൃത്വം വേണം, ശക്തമായ നേതൃത്വം വേണം, ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവർ വേണം എന്നൊക്കെ തന്നെയാണ് വാങ്ചുക് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ ദിനത്തിൽ വാങ്ചുക്കിനെ കേൾക്കുന്ന ഒരുപാട് പൗരന്മാർ അവരൊരു നല്ല നേതൃത്വത്തെക്കുറിച്ച് വാങ്ചുക്കിന് വേണ്ട സജഷൻസ് കൊടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. എല്ലായിടത്തും വിമർശനങ്ങൾ വേണം. വിമർശനങ്ങളിലൂടെ മാത്രമേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. പക്ഷെ നല്ലതിനെ നല്ലത് എന്ന് അംഗീകരിക്കുകയും വേണം. വാങ്ചുക് 2 3 പ്രാവശ്യം തന്റെ ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ അല്ല പറയുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നാലെ അല്ല നിൽക്കുന്നത്. രാജ്യത്ത് സമ്മിശ്രമായ ഒരു കൂട്ടായ്മ വേണം, രാജ്യം വികസിക്കണം എന്നത് തന്നെയാണ് വാങ്ചുക്കിന്റെ പ്രസ്താവനയിൽ നിന്നും രാജ്യം മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.